ഹാലലുയ. വേഗംഭരിതമനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിച്ചയമുണ്ടയ്ക്കൽ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 100 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സകല ഭൂവാസിയുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെയും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ ചെറിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ജനത്തോട് അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കുടുംബത്തിലെ അസമാധാനം കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറി ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കുടുംബത്തെ കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു സ്തോത്ര കീർത്തനം. സകല ഭൂവാസിയുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സകല ഭൂവാസിയുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. നമ്മൾ ദൈവത്തെ സന്നിധിയിൽ വരുമ്പോൾ സന്തോഷത്തോടെ, സംഗീതത്തോടെ, പാട്ടോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ കാരണമുണ്ട്. നമ്മളെ നടത്തുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ കഷ്ടതകളെ മാറ്റിയ ദൈവം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകൾ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്, അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ കരുണയാണ്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നിൻ്റെ കഴിവിനാലല്ല, ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ കൃപയിലുമാണ് നീ എന്തെങ്കിലും നേടുവാൻ സാധിച്ചത്. അതേ, നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അതേ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയും. അവയെ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടുകൂടി അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവത്തിന് നന്ദി പറയുന്നവനായി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, അത് ദേവാലയത്തിൽ അല്ലെങ്കിൽ ചർച്ചിനുള്ളിൽ നീ കടന്നു വരുമ്പോൾ നിനക്ക് ചെയ്ത നന്മകളെ ഓർക്കുവാൻ, നിനക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നിനക്കൊന്ന് സ്തോത്രം പറയുവാൻ, നിനക്കൊന്ന് സ്തുതി ചെയ്യുവാൻ, നിനക്കൊന്ന് ആരാധിക്കുവാൻ, നിനക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് കാട്ടുന്ന അത് വലിയ ഒരു നന്ദിയാണ്, വലിയ ഒരു സ്നേഹപ്രകടനമാണ്. നിൻ്റെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങൾ കടന്നു വന്നു, പ്രയാസങ്ങൾ കടന്നു വന്നു. അവിടെ നിന്നെല്ലാം നിന്നെ വിടിവിച്ചവനായ ദൈവത്തെ, നിന്നെ മരണത്തിൻ്റെ താഴ്ചയിൽ നിന്നും വിടിവിച്ചവനായ ദൈവം, നീ മരണവക്കിലായിരുന്നു. അത് ആരും നിന്നെ രക്ഷിക്കുവാനില്ലായിരുന്നു, ആരും നിന്നെ സഹായിക്കുവാനില്ലായിരുന്നു. എന്നാൽ ആ വേളയിൽ നിന്നെ സഹായിച്ച ദൈവത്തിന് നിനക്കൊന്ന് സ്തോത്രം ചെയ്യുവാൻ, നിനക്കൊന്ന് സ്തുതിക്കുവാൻ, നിനക്കൊന്ന് ആരാധിക്കുവാൻ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിനക്കൊന്ന് ആരാധിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. അത് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നവരായി, ദൈവത്തോട് അത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി മാറണം. നമ്മൾ സ്തോത്രം പറയുന്നവരാണെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരുടെ ഇല്ലായ്മയിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതെ, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ദൈവത്തെ വിശ്വസ്തതയോടെ ആരാധിച്ചു, വിശ്വസ്തതയോടെ സ്തോത്രം ചൊല്ലി, നീ വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിക്കുന്ന വ്യക്തിയാണോ, അവൻ നിൻ്റെ തലമുറയോളം, അതേ, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ അവൻ്റെ സന്നിധിയിൽ നീ ആരാധിക്കുന്ന വ്യക്തിയാണോ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നീ അവന് നന്ദി പറയുന്നവനാണോ, അതോ നന്ദി ഇല്ലാത്ത വ്യക്തിയാണോ? നീ നന്ദി പറയുന്ന വ്യക്തിയാണെങ്കിൽ, നീ സ്തുതിക്കുന്ന ദൈവത്തെ, നിന്നെ ഉളവാക്കിയ, നിന്നെ നടത്തിയ ദൈവത്തെ നീ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. യഹോവേ, നീ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. സകല ഭൂവാസിയുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടുകൂടെയും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളതാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. എന്നെ കേൾക്കുന്ന നമ്മൾ അവനുള്ളവനാകുന്നു. അതേ, യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അതേ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ ക്രിസ്തുവാകുന്ന ആ ഇടയൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അതേ, ആ ക്രിസ്തുവാകുന്ന ഇടയൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലിടയനാകുന്നു. നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയൻ്റെ ആടുകളോ ഉടമസ്ഥനില്ലാത്ത കൂലിക്കാർ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ച് കളയുകയും ചെയ്യുന്നു. ഞാൻ കൂലിക്കാരന് ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവല്ലോ. ഞാൻ നല്ലിടയനാകുന്നു. പിതാവ് എന്നെ അറിയുകയും അതിൽ പിതാവ് അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഒരു നല്ലിടയനായ കർത്താവുണ്ട്. അതേ, യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെയും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. സകല ഭൂവാസികളുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ നീ ഒന്ന് മുട്ടുമടക്കി, നീ നന്ദി പറയുന്നവനായി, നീ സ്തുതി ചെയ്യുന്നവനായി, നീ പ്രാർത്ഥിക്കുന്നവനായി മാറുവാൻ സാധിക്കുന്നുവെങ്കിൽ, നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും അതിൻ്റെ അപ്പുറമായി നിത്യജീവനെ നൽകുന്ന ഒരു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. നിത്യജീവനെ നിനക്ക് നേടുവാൻ സാധിക്കും. അത് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സകല ഭൂവാസിയുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ.
ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകർ കഷ്ടതയിൽ ഭാരത്തോടെ ഇരിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന അനേക വ്യക്തിമണ്ഡലങ്ങളുണ്ട്. കർത്താവിൽ വളരെ ഭാരത്തോടെ കഷ്ടതയിലൂടെ ഇരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അനേകർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുണ്ട്. സ്വർഗം സകലതും അറിയുന്നു. ആ പ്രാർത്ഥന വിഷയങ്ങളെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിക്കായി ഭാരപ്പെടുന്ന സഹോദരിമാരുണ്ട്. ഫൈനാൻസ് മേഖലയിൽ തകർന്ന അവസ്ഥകളുണ്ട്. കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ഉയരുവാൻ പറ്റാത്ത, പിന്നോട്ട് വലിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു. ഐ ഹേബോ ധോരോനി അൽത്തെ റേമന ഹത്തിഷിയ അർഖു ബാന ഹത്തുന സിഖാന ഹത്തിയ. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബ മണ്ഡലത്തെ പിടിച്ചടക്കുന്ന, പിടിച്ച് മുറുക്കുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ശത്രു അടച്ച വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഐ ഹേബോ നാദിയ. പ്രവചന ആത്മാവിൽ ചില ഫൈനാൻസ് സമന്വയങ്ങൾ, ചില അടഞ്ഞവസ്ഥകൾ, അത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. വർധന, നിന്ദിക്കപ്പെടുന്ന അവസ്ഥകൾ മാറട്ടെ. അത് ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറട്ടെ. നിന്ദിക്കപ്പെട്ട വ്യക്തികൾ, ചില സഹോദരിമാർ നിന്ദിക്കപ്പെട്ട അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവളായി, നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ, നിന്നെ ഞാൻ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി, മകളായി, മകനാക്കി മാറ്റുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില ദൂരത്തിരിക്കുന്ന, ചില എനിക്കറിയാത്ത, ചില ദൂരത്തുള്ള ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, നിൻ്റെ ശൂന്യതകളെ പണിയുന്നവനായ ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ആർക്കോ റാംഥഷിയ ലാഥോറിയ അതെ വിളിച്ചു വരുത്തിയവനായ ദൈവം, ഒരു വാക്കിനാൽ സർവത്തെയും ഉളവാക്കിയനായ ദൈവം. പ്രിയ സഹോദരി, പ്രിയ വ്യക്തി ജീവിതമേ, നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില നീറുന്ന വ്യവസ്ഥയിലൂടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് ചില പുതിയ ജോലി മണ്ഡലങ്ങളെ സ്വർഗം അത് തുറന്നു നൽകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിനക്കായി ചില ജോലി മണ്ഡലങ്ങൾ തുറന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിമണ്ഡലങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അർത്ഥശംധനാരഹസ്യ. കഥാവെ കഷ്ടതയോടെ, ഭാരത്തോടെ, രോഗത്തോടെ, മുട്ടിൻ്റെ രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ വ്യക്തിമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഐ ഹെബോ ലാന്ധോ റേയ ഐ ഷർത്തിഖാന ഹസ്തിയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ രോഗവ്യാപാര ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളെന്ന് മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ കർത്താവെ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളെ നീട്ടി ഇപ്പോൾ ആ വ്യക്തിമണ്ഡലങ്ങളെ സൗഖ്യപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.